നമസ്കാരം. തത്വമൈ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീ പന്തളം രാജേന്ദ്രൻ സാറാണ്. നമസ്കാരം. നമസ്തേ. ഇപ്പോൾ നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഇതിനിടയിൽ സംഭവിച്ച ഒരു കാര്യം, വലുതായിട്ട് ആരും ഫോക്കസ് ചെയ്യാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ജി സുധാകരൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുജനുണ്ടായിരുന്നു നേരത്തെ, ജി ഭുവനചന്ദ്രൻ. അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ കൊല്ലപ്പെടുകയായിരുന്നു. KSUക്കാരാണ് കൊന്നത്. അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടന്നു. അതിന് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ, അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൽ ജി സുധാകരൻ പോയതിനു ശേഷം അത് ഒരു വിവാദമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ജി ഭുവനേന്ദ്രൻ്റെ കൊലപാതകത്തിലെ ദൃക്സാക്ഷിയാണ് സാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത്? ഇപ്പോൾ പലരും എന്തിനാണ് അത് നമ്മൾ അൺഎർത്ത് ചെയ്യുന്നത് എന്നൊരു സംശയം ജനങ്ങൾക്ക് വരാം. പക്ഷേ വാർത്താ ലേഖകരായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആദ്യമായിട്ട് ജി സുധാകരൻ ഇത് പൊതുമണ്ഡലത്തിൽ ഈ ഒരു പരാമർശം നടത്തി. തൻ്റെ അനിയൻ്റെ മരണം, അതുവരെ ഏതെങ്കിലും തരത്തിൽ താൻ ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വന്നതാണ് എന്നുള്ള യാതൊരു പരാമർശവും നടത്താതെ, അത് മുതലെടുക്കാതെ അച്ചടക്കമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പരിപൂർണമായിട്ടുള്ള നിശബ്ദത, ഇത് കുറ്റകരമെന്ന് ഞാൻ പറയില്ല, പരിപൂർണമായിട്ടുള്ള നിശബ്ദത ഇക്കാര്യത്തിൽ അദ്ദേഹം പുലർത്തിപ്പോന്നിരുന്നു. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് നമ്മളിപ്പോൾ ഹരികൃഷ്ണ മാസ്റ്റർ, അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ, ഇവരുടെയൊക്കെ മരണം വലിയ സംഭവങ്ങളായിട്ട് ഇന്നും അന്നും, അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായ എത്രയോ കൊലപാതകങ്ങളുടെ ചർച്ചകളും വിവാദങ്ങളും സംവാദങ്ങളുമൊക്കെ നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടും ആ ഒരു പേരിന് ഇത്രയും ശക്തിയോടുകൂടി പൊതുമണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് വരാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം CPM-കാരനായിട്ട് അവിടെ ജയിച്ച ഒരു സമയത്ത് പോലും അവിടെ കറ്റാനത്തിന് അടുത്ത് ഉള്ള ഈ ജി ഭുവനേന്ദ്രൻ്റെ ശവകുടീരത്തിൽ അല്ലെങ്കിൽ കല്ലറയിൽ, ബലികുടീരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറയും, പോയി സന്ദർശിക്കുകയോ പുഷ്പാർച്ചന നടത്തുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല സ്വന്തം അനിയൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇക്കുറി ജയിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത കൃത്യം എന്ന് പറയുന്നത് കരിമുളയ്ക്കലെ കല്ലറയിൽ എന്നാണ് SFIക്കാർ കുറക്കാലം, പിന്നെ അവർ മറന്നു, പാടിക്കൊണ്ടിരുന്ന ആ കരിമുളയ്ക്കലെ കല്ലറയിൽ തന്നെ പോവുകയും അവിടെ പോയി രക്തപുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വികാരമണ്ഡലത്തിൽ അതിപ്പോഴും സജീവമായി സചേതനമായി നിലനിൽക്കുന്നു എന്നുള്ളൊരു പാഠമാണ് നൽകുന്നത്. ജി സുധാകരൻ അങ്ങനെ എന്തെങ്കിലും മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തെ അഭിവാദ്യം ചെയ്യുന്ന ആളല്ലെന്ന് വ്യക്തമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പുന്നപ്രയിലുള്ള പത്രസമ്മേളനത്തിൽ പത്രക്കാരെല്ലാം കൂടെ വന്ന് അദ്ദേഹത്തിനെ കൊടുക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യു ക്യാൻ ഗോ ഔട്ട് എന്ന് പറഞ്ഞ പത്രക്കാരെ പോലും പ്രീതിപ്പെടുത്തി അങ്ങനെ ഒരു പ്രചാരണം ആഗ്രഹിക്കാത്ത ആളാണ് അദ്ദേഹം. ഈ പത്രക്കാരുടെ സഹായമില്ലാതെ തന്നെ ജയിച്ചു. സഖാക്കളുടെ സഹായമില്ലാതെ, സഖാക്കളെന്ന് ഞാൻ പറയുന്നില്ല, CPM-ൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അതിശക്തമായിട്ട് അദ്ദേഹത്തിനെ അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവരെയും തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജയിച്ചു. BJP ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ എതിർക്കാൻ, ഒരു സപ്പോർട്ടും നൽകിയില്ല. UDF അത്രമാത്രം സപ്പോർട്ട് കൊടുക്കുമെന്നുള്ള ആശങ്ക നമുക്കുണ്ടായിരുന്നു. കാരണം UDF-നും കോൺഗ്രസിനും എന്നൊരു പേടിയും തലവേദനയുമായിരുന്നു ശക്തനായിട്ടുള്ളൊരു നേതാവ്. അവർക്ക് മാത്രമല്ല, പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്നുകൊണ്ട് പിണറായി വിജയന് വേണ്ടിയിട്ട് VS-നെ എതിർത്ത ഒരു പ്രചണ്ഡമായ പ്രചാരണം നടത്തിയ ആളുമാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല ജി സുധാകരൻ്റെ കാര്യം. അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ വൈകാരികമാക്കാവുന്ന ഒരു വിഷയം വൈകാരികമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കാര്യം തന്നെ നമുക്കറിയാം. വടകരയിൽ അദ്ദേഹത്തിൻ്റെ വിധവ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ജി സുധാകരനെ പോലെ നേർ സഹോദരൻ്റെ മരണം ഒരു വിഷയമാക്കിക്കൊണ്ട് ഇന്ന് വരെ പ്രവർത്തിക്കാത്ത ഒരു രാഷ്ട്രീയക്കാരനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ജി സുധാകരനാണ്. ജി സുധാകരൻ മാത്രമാണെന്നുള്ളതാണ്. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം
1977 നടന്ന സംഭവമാണിത്. ആ സമയം ഇപ്പോൾ 49 വർഷമാകാൻ പോകുന്നു. നമ്മൾ രക്തസാക്ഷിത്വത്തിൻ്റെ രജത ജൂബിലി എന്നൊന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷമാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭം, രജത ജൂബിലി അല്ലല്ലോ, സുവർണ ജൂബിലി, 50 വർഷം തികയ്ക്കുകയാണ്, 25 അല്ല. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇതൊന്ന് ഓർത്തെടുക്കുന്നത്. അന്ന് ഞാൻ ഡിഗ്രി 1 വിദ്യാർത്ഥിയാണ് പന്തളം NSS കോളേജ്. പന്തളം NSS കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ മഹാത്മാഗാന്ധി കോളേജ് വരെ അക്രമങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഒക്കെ ധാരാളമായിട്ട് നടക്കുന്ന, അതിൻ്റെ പേരിൽ പലപ്പോഴും പഠിപ്പ് മുടക്കപ്പെടുന്ന ഒരു വിദ്യാലയമാണ്. ചിലപ്പോൾ ആഴ്ചകളോളം, ചിലപ്പോൾ മാസങ്ങളോളം ഒക്കെ അടഞ്ഞു കിടക്കാറുമുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അന്ന് KSUവിനാണ് അവിടെ പന്തളം കോളേജിൽ മേൽക്കോയ്മയുള്ളത്. ഒരു SFIക്കാരൻ പോലും ജയിക്കുമായിരുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ അവിടെ പന്തളം കോളേജ് യൂണിറ്റിൻ്റെ SFIയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച സാധുവായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വലിയ ശാരീരികമായ ശക്തിയോ അങ്ങനെയൊന്നുമില്ലാതെ വളരെ ഒരു കുഞ്ഞാടിനെ പോലെ പാവമായിട്ട് അവിടെ പ്രവർത്തിച്ച് നിശബ്ദനായിട്ട് പാർട്ടിക്ക് വേണ്ടി. ഇതേ പോലെ തന്നെയാണ്, അല്പം ഉയരമൊക്കെ കുറഞ്ഞിട്ട്, വലിയ ഉയരമൊന്നുമില്ല, പക്ഷേ സുന്ദരനായിട്ടുള്ള ഒരു യുവാവാണ്. താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു യുവാവായിട്ടാണ് ഞാനിപ്പോൾ അത് ഓർത്തെടുക്കുന്നത്. മുടിയൊക്കെ അന്ന് ഹിപ്പികളെ പോലെ വളർത്തി, ആ മുഖം എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഒരാളാണ്. അപ്പോൾ പന്തളം കോളേജിൽ ഒരു സുപ്രഭാതത്തിൽ, പന്തളം കോളേജ് അറിയാം നിങ്ങൾക്ക്, വാസ്തുശില്പകലയുടെ ഒരു മഹാ അത്ഭുതമാണത്. അതിൻ്റെ ആ തലയെടുപ്പും ഗാംഭീര്യവും കേരളത്തിലെ എന്നല്ല മറ്റൊരിടത്തെ ഒരു NSS തന്നെ നിർമ്മിച്ചിട്ടുള്ള സമാനമായ NSS ഹിന്ദു കോളേജിനേക്കാളും അതുപോലെ തന്നെ MG കോളേജിനേക്കാളും തലയെടുപ്പോടെ നമ്മുടെ SH റോഡിൻ്റെ സൈഡിൽ അരികുപറ്റി നിൽക്കുന്ന ഒരു മഹാവിദ്യാലയമാണ്. പക്ഷെ പഠിപ്പൊഴിച്ച് ബാക്കിയെല്ലാം അവിടെ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അവിടെ വന്ന പലരും ഉണ്ട്. അവിടെ P പ്രസാദും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നാരായണക്കുറുപ്പിൻ്റെ മകനായിട്ടുള്ള ജയരാജ്, ചീഫ് ഇപ്പോൾ തോറ്റുപോയി, അദ്ദേഹം ഉൾപ്പെടെ പല രാഷ്ട്രീയക്കാരെയും അതുപോലെ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള പ്രതിഭാശാലികളെയും ഒക്കെ വളർത്തിയ ഒരു വിദ്യാലയം. ആ വിദ്യാലയത്തിൽ പക്ഷേ ഈ കലാപങ്ങൾ സാധാരണമായിരുന്നു. പാർട്ടിക്കാരുടെ ഏർപ്പെടൽ കൊണ്ട് തന്നെയാണ് ഈ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയം ക്യാമ്പസുകളിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പാർട്ടികൾ നടത്തിയ ഒരു കാര്യം. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഡിഗ്രി 1 വിദ്യാർത്ഥിയായിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ഈ കാണുന്ന ആ പടി വെളിയിലുള്ളത്, അത് കഴിഞ്ഞ് വീണ്ടും പടികളുണ്ട്. ആ പടികളുടെ ചുവടെന്ന് പറയുന്നത് വളരെ കാൽപ്പനികമായ അന്തരീക്ഷമാണ് അന്ന് കോളേജുകളിലുള്ളത്. ആ കാൽപ്പനികമായ അന്തരീക്ഷങ്ങളിൽ ഈ പടിയുടെ പിൻഭാഗത്തുള്ള കോറിഡോർ എന്ന് പറയുന്നത് അവിടെ പരസ്പരം പ്രണയിക്കുന്ന വിദ്യാർത്ഥികളുടെ നിശ്വാസങ്ങളും അതുപോലെ നെടുവീർപ്പുകളും ഒക്കെ ഒരുപാട് വീണ് തളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു വിദ്യാലയത്തിൻ്റെ പടി, 1-ാം പടി ഞാൻ അങ്ങോട്ട് കയറാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ച, നല്ല സുതാര്യമായിട്ടുള്ള വെളുത്ത കതർ വസ്ത്രങ്ങൾ അണിഞ്ഞ കുറേ വിദ്യാർത്ഥികൾ. അത് കോളേജ് യൂണിയൻ ചെയർമാനുണ്ട്, കൗൺസിലറുണ്ട്, അങ്ങനെയുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അവർ ഈ വെളുപ്പിൻ്റെ മുകളിലായിട്ട് ചുവപ്പിൻ്റെ വലിയ പടർന്നിങ്ങനെ വരുന്ന ചോരയാണ് ഞാൻ കാണുന്നത്. പടരുന്ന ചോര, അതുമായിട്ടിങ്ങനെ വളരെ ഭീകരമായ രീതിയിൽ ആർത്തട്ടഹസിച്ചു കൊണ്ടുവരുന്നതാണ്. അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ ആരോ ഒരു SFIക്കാരൻ, ഭുവനേശ്വരൻ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ചുമല്ല, KSUക്കാരെ അങ്ങ് കുത്തി. അവൻ്റെ ഒരു കത്തി കൊണ്ട് കുത്തി. ആ വയറും ആ ഭാഗങ്ങളിലൊക്കെയാണ്, പക്ഷെ മാരമായ കുത്തല്ല. അതുകൊണ്ടാണ് അവർ വീണ്ടും ഇങ്ങനെ, അവൻ കോളേജ് യൂണിയൻ ചെയർമാൻ തന്നെയാണ് പറഞ്ഞത്, എടാ SFIക്കാരെ മുഴുവൻ കൊന്നേക്കടാ. അന്ന് ഈ യുവാക്കളാണ്, കുമാരന്മാരാണ്. അതിൻ്റെ രക്തത്തിളപ്പ്, ആ രക്തത്തിളപ്പോടുകൂടി ആവേശത്തോടു കൂടി പറഞ്ഞതാണ്. KSUക്കാർ വൻ ഭൂരിപക്ഷം ഉള്ളതാണ്. അവരവരുടെ ആവേശം, ഇപ്പോഴത്തെ SFI കണക്ക് യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ഒരു കൊലപാതകം, മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിന്റെ കൊലപാതകം ഇപ്പോഴും വളരെ ചർച്ചാ വിഷയമാണ്. ഈ NDF പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാർ കൊന്നതിന് ശേഷം, ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആൾക്കാർ കൊന്നതിന് ശേഷം ഇപ്പോഴും CBIക്കൊക്കെ വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചയും കോലാഹലവും ഒക്കെ നടന്നുവെങ്കിലും പിന്നീട് അതൊന്നും എത്തിയില്ല. ഇപ്പോൾ അവരുടെ ഈ അഭിമന്യുവിനെ കൊന്ന ആൾക്കാരുടെ പിന്തുണയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇടതുപക്ഷം പല സ്ഥലങ്ങളിലും മത്സരിച്ചത്. അഭിമന്യുവിന്റെ ചോരയ്ക്ക് അവർ കൊടുത്തൊരു സമ്മാനമാണത്. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യമാണ് ഈ ക്യാമ്പസിൽ നടന്നത് അല്ലേ? നടക്കുന്ന അഭിമന്യുവിനെ കൊന്നതുപോലൊരു കൊല്ലം ഒരു പാവം വിദ്യാർത്ഥി. അത് ഞാൻ അഭിമന്യുവിനെ പോലെ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു ഈ ഭുവനേശ്വരൻ വിദ്യാർത്ഥി. അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ തന്നെയുണ്ട്. അവരും പറഞ്ഞു, അവൻ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു വ്യക്തി, അവനെയാണ് അതെങ്ങനെ മരിച്ചു എന്നുള്ളത് പറയാം. അപ്പോൾ ഇതും കൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ SFIക്കാരും മിടുക്കന്മാരെല്ലാം ഓടി അങ്ങ് പോയി. അത് 2 പേരാണ് അവശേഷിച്ചത്. ഞാൻ കാണുന്നത് പ്രിൻസിപ്പലിൻ്റെ മുറി, അതിൻ്റെ
പുറത്തുള്ള ഭിത്തി എന്ന് പറഞ്ഞ ഗ്ലാസ്സാണ്, നമുക്ക് പുറത്ത് നിന്നാൽ കാണാം അതിനകത്ത് എന്താ സംഭവിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് തണ്ടും തടിയുള്ള ഒരു വിദ്യാർത്ഥിയെ മറ്റുള്ള വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് ആക്രമിക്കുന്നു. അപ്പോൾ അവൻ നോക്കുമ്പോൾ പ്രിൻസിപ്പലിൻ്റെ കസേര എടുത്തുകൊണ്ട് ഈ അടിയിൽ നിന്നും അതുപോലെ തന്നെ വടിവാളും ഒക്കെ ആയിട്ടാണ് വിദ്യാർത്ഥികൾ അന്ന് വരുന്നത്, സൈക്കിളിൻ്റെ ചങ്ങല, ഇതൊക്കെയാണ് അവരുടെ ആയുധങ്ങൾ. അതുകൊണ്ടൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അടികളെയൊക്കെ തടുക്കാൻ വേണ്ടി പ്രിൻസിപ്പലിൻ്റെ കസേര എടുത്ത് ഉയർത്തിപ്പിടിക്കുക. കുറച്ച് ശക്തിയില്ലാതെ ആ കസേര ഉയർത്തിപ്പിടിക്കാൻ പറ്റില്ല, ഹെവി വെയിറ്റ് ചെയറാണ്, വെയിറ്റ് ഉള്ള ഒരു മനുഷ്യൻ ഇരിക്കുന്ന ചെയറാണ്. ആ ചെയറും കൊണ്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. പെട്ടെന്ന് സീനങ്ങ് മാറുന്നു. ഈ ഡിഫെൻഡ് ചെയ്ത ആൾ രക്ഷപ്പെട്ടു, കാരണം കുറച്ചൊരാരോഗ്യമുണ്ട്. പക്ഷേ ഈ ഭുവനേശ്വരൻ എന്ന് പറയുന്ന ആൾ തീരെ വീക്കായിട്ട്, ശാരീരികമായിട്ടും വളരെ വീക്കായിട്ടുള്ള മെലിഞ്ഞ ഒരു സാധാരണക്കാരനായ പയ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ട്രെച്ചറിൽ എന്ന പോലെ ഒരു ശരീരം എടുത്തുകൊണ്ടുവരുന്നു കോളേജിൻ്റെ നടുമുറ്റത്തേക്ക് എടുത്തുകൊണ്ടുവരും. ഈ നടുമുറ്റം എന്ന് പറഞ്ഞാൽ അവിടെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറയുന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു നടുമുറ്റമാണ്, വളരെ പല റൊമാൻസുകളും നടക്കുന്ന ഒരു മുറ്റമാണ്. അവിടെ ഒരു ട്രാജഡി നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശവശരീരവുമായിട്ട് ആൾക്കാരിങ്ങനെ വരും. ശവശരീരമായി എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ മൃതപ്രായനായ നിലയിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. അവിടെ ആ ഗ്രൗണ്ടിൽ തന്നെ കിടത്തുകയാണ് ചെയ്യുന്നത്. ഒരു അധ്യാപകനുമുണ്ട്. മറ്റധ്യാപകരൊക്കെ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞു, പ്രിൻസിപ്പൽ ഉൾപ്പെടെ. പ്രിൻസിപ്പലിൻ്റെ ഒരു ഡഫേദാർ ഉൾപ്പെടെ എല്ലാവരും അവിടുന്ന് സ്ഥലം വിട്ടു. ഡഫേദാർ വളരെ ശക്തിയുള്ള ഒരു തന്നെ രാജാനുബാഹുവാണ്, ആരുടെ പൊക്കമുള്ളവന്. പക്ഷേ അയാൾക്ക് പോലും ഇത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല, തടയാനുള്ള ധൈര്യം ഉണ്ടായില്ല. അവിടെ കൊണ്ട് കിടത്തി. അപ്പോൾ വിദ്യാർത്ഥികളെല്ലാം കൂടെ കൂടാൻ തുടങ്ങി കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അതുവരെ ഒരു കാര്യവും ചെയ്യാതിരുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ അധ്യാപകൻ തന്നെ പറഞ്ഞു, മതിയായില്ലേ, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു സ്വരമെന്ന് പറയുന്നത് KSUക്കാരനായിട്ടുള്ള ഒരാൾ, ഡിഗ്രി 1 എൻ്റെയോടൊപ്പം തന്നെ കെമിസ്ട്രിയിൽ സമാന ബാച്ചിൽ പഠിക്കുന്ന ആൾ, അഷ്റഫ് എന്നാണ് അയാളുടെ പേര്. അയാൾ വന്ന് പറയും, നമുക്ക് ഇവനെ എത്രയും വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണം. അപ്പോൾ ഈ ചോരത്തളുപ്പൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ കൊലവറി അപ്പം തന്നെ കെട്ടടങ്ങിയെന്നതിൻ്റെ അർത്ഥം. KSUക്കാർ തന്നെ പറയുകയാണ്, SFIക്കാരനായി ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന്. ഇത്രയുമാകുമെന്ന് അവരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അപ്പോഴും ജീവനുണ്ടായിരുന്നു, ജീവന്റെ ഒരു ചെറു സ്പന്ദനമെങ്കിലും കാണും. എങ്കിൽ അപ്പോൾ ഈ കുത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ പോലെ 108 ആംബുലൻസ് ഒന്നും ഇല്ലാത്ത ഒരു കാലം. വാഹനങ്ങളിലല്ല ഇത് കൊണ്ടുപോയത്, ആംബുലൻസ് തന്നെ വന്നിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഇത്രയും വർഷത്തെ 49 വർഷം മുമ്പിലത്തെ ഓർമ്മയാണ്. അപ്പോൾ ഈ കുറേ നേരം അവിടെ കിടത്തിയിരുന്നു എന്നുള്ളൊരു വാസ്തവം. ഒരു പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എമർജൻസി സർവീസ് കിട്ടിയിരുന്നെങ്കിൽ, കാരണം ആംബുലൻസിൽ ഡോക്ടർമാരുള്ള സംവിധാനം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം ജീവനോടെ നിന്നും ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ ആംബുലൻസ് സംവിധാനം ഇല്ലെങ്കിൽ തന്നെ ഒരു കാർ ഏതെങ്കിലും കാറുകളില്ല കേട്ടോ. അന്ന് അധ്യാപകർ പോലും കാർ ഉപയോഗിക്കുന്ന ഏതോ ഒരൊറ്റ മാർക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു സാറ് മാത്രമാണെന്ന് കാർ ഉപയോഗിക്കുന്നത്. ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിലൊരു കാറുണ്ട്, അല്ലെങ്കിൽ കാർ വിളിക്കാമല്ലോ, ടാക്സി വന്നിടത്ത് കിട്ടും. ആ മാർക്സ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചാണ് ഇദ്ദേഹത്തെ അടികൊള്ളുന്നത്. പ്രിൻസിപ്പലിന്റെ റൂമിൽ വെച്ചിട്ട് അടി കൊണ്ട ആള് രക്ഷപ്പെട്ടു, അയാൾക്ക് വലിയ കുഴപ്പം പറ്റിയില്ല. മാർക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ ബോഡി എടുത്തുകൊണ്ടുവന്ന് നടുമുറ്റത്ത് കിടത്തിയത്. അങ്ങനെ കിടത്തി അതിനുശേഷം ഇത് കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കണ്ടു. പിന്നെ കാണുന്ന അന്ന് രാത്രിയിൽ എൻ്റെ വീടിൻ്റെ അടുത്തുകൂടി ഒരു അനുശോചന യാത്ര ഇങ്ങനെ പോകുന്നതാണ്. അത് ഞാനിപ്പോഴും ഓർക്കുന്നു. AK ആചാരി അല്ല, PK കുഞ്ഞച്ചൻ. AK ആചാരി ഉണ്ട് അക്കൂട്ടത്തിൽ. PK കുഞ്ഞച്ചൻ എന്ന് പറയുന്ന അന്നത്തെ CPMൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ്. അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരുന്നു, MLA ആയിരുന്നു. CPMൻ്റെ പന്തളത്തെ സർവ്വതുമായിരുന്ന അറിയപ്പെടുന്ന ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഉദിച്ചുയർന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അവിടെ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു യോഗം സംഘടിപ്പിച്ചിരുന്നു, അനുശോചന യോഗം. ആ യോഗത്തിൽ ഈ ശവവുമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള കായംകുളം, കരിമുളയ്ക്കൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ PK കുഞ്ഞച്ചൻ പറഞ്ഞ വാക്കുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സഖാവേ, എത്രയോ പേർ കടന്നുപോയ വഴിയിലൂടെയാണ് താങ്കളും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും താങ്കൾ മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ താങ്കൾ ജീവിക്കും എന്ന് പറഞ്ഞു. അവിടെ പോയി കരിമുളയ്ക്കൽ കോളേജ് കുറച്ചു കാലം അടച്ചു കിടന്നു. കരിമുളയ്ക്കലെ കല്ലറയിൽ അടക്കം ചെയ്തു. അവിടെ നമുക്കിപ്പോഴും കാണാവുന്ന ഒരു ബലി കുടീരം അവർ പണിയിച്ചു. പക്ഷേ അതിനുശേഷം CPM ഇതൊരു ഇഷ്യൂ ആക്കിയില്ല. പിന്നെ കേസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, കേസെന്ന് പറയുന്നതിൽ അന്ന് UDF അതല്ല, ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ഭരിക്കുന്നത്. അവരന്ന് കൊടുത്ത കേസിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാന പ്രതി, 1-ാം പ്രതി എന്ന് പറയുന്നത്
അന്ന് ഇറവങ്കര ഗോപാലക്കുറുപ്പ് എന്ന് പറയുന്ന പ്രമുഖനായിട്ടൊരു CPI നേതാവുണ്ട്. ആ നേതാവിൻ്റെ മകനായിട്ടുള്ള അജയൻ എന്ന് പറഞ്ഞൊരു സഖാവുണ്ട്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം. ആ അജയനാണ് ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ SFIയും അതുപോലെ AISFും തമ്മിൽ അന്ന് ഐക്യത്തിൽ കഴിയുകയാണ്. അവർ തമ്മിൽ ഒരൊറ്റ ഒരുമിച്ച് മത്സരിക്കുന്ന ആൾക്കാരാണ്. ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ട് മത്സരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതെന്തിനു വേണ്ടി ഇദ്ദേഹത്തിനെ പ്രതിയാക്കി? ഇദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഒരു അടിപിടിക്കും പോകുന്ന ആളല്ല. പ്രസംഗ കലയിൽ ഒന്നാമനാണ്. യൂണിവേഴ്സിറ്റി ഫസ്റ്റായിട്ട് എപ്പോഴും 1ാം സമ്മാനം കിട്ടുന്ന ആളാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനായ കർമ്മചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇപ്പോഴും ഉണ്ട്. നല്ല ധൈര്യമുള്ള ആളാണ്. ഒരു നല്ല പൊക്കവും 6 അടി പൊക്കവും ഒക്കെ ഉള്ള ആൾ. ഇദ്ദേഹം ദൃക്സാക്ഷിയായിട്ട് അവിടെയുണ്ട്. അദ്ദേഹം അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ AISFുകാർ എന്തോടെ നീ ചാവാമെന്ന് നിൽക്കുവേണ്ട, പോടാന്ന് പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം അപ്പോൾ അജയൻ ഇതിനകത്ത് ഒരു പങ്കുമില്ല. അജയനെ സാന്നിധ്യം അവിടെ കണ്ടിട്ടുമില്ല. ഒരു പങ്കുമില്ലാത്ത ആളിന്റെ പേര് 1ാം പ്രതിയായിട്ട് ചേർത്താൽ കേസ് ജയിക്കുമോ ഇല്ലയോ? കേസ് തോറ്റുപോയി. ഈ സുധാകരൻ എങ്ങനെയാണ് ഈ കേസ് നടത്തിയത്? പാർട്ടി 5 പൈസ കൊടുത്തില്ല, നയാ പൈസ മാത്രമായിട്ട് നടത്തി. അനിയന് വേണ്ടിയിട്ട് നടത്തി. അദ്ദേഹം എങ്ങനെ പണം ഉണ്ടാക്കിയതെന്ന്, അഴിമതിയുടെ കറ പുരളാത്ത ഈ നേതാവ് അന്നും പണം വാങ്ങിക്കാത്ത ആളായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, കോടികൾ ഓരോരുത്തർ സമാഹരിച്ച് ജയിച്ചു പോകുന്നത്. അതിന്റെ അവരുമായിട്ടാണ് നമ്മൾ ജുക്സ്റ്റാപ്പോസ് ചെയ്യേണ്ടത് സുധാകരനെ. സുധാകരൻ സ്വന്തം വീട്ടിലെ ആഞ്ഞിലി വെട്ടി, കയ്യിൽ കാശില്ല, ആഞ്ഞിലിത്തടി വെട്ടി വിറ്റ് അതിന്റെ പൈസ കൊണ്ട് കേസ് നടത്തി. കേസ് ഞാനീ പറഞ്ഞ പോലെ ഈ ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതി കൊണ്ട് തന്നെ തോറ്റു തുന്നം പാടി. അത് സുധാകരൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ കേസ് തോറ്റത്. അപ്പീൽ പോകാമായിരുന്നു. അപ്പീൽ കൂടി പാർട്ടി സഹായിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണമില്ലാഞ്ഞിട്ടല്ലേ ആഞ്ഞിലി വെട്ടി, മറ്റൊന്നും വിൽക്കാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ നിർത്തി. അതിനെ പർസ്യൂ ചെയ്തില്ല, ഫോളോ അപ്പ് ചെയ്തില്ല, പാർട്ടി ഒന്നും ചെയ്തതുമില്ല. എന്നിട്ടിപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച, ഈ തെരഞ്ഞെടുപ്പിൽ G. സുധാകരൻ പാർട്ടിയുടെ എല്ലാ ഇരുമ്പ് മറകളെയും ഭേദിച്ചുകൊണ്ട് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്ത പരിപാടി എന്താണെന്നറിയാം? വിജയിച്ചു കഴിഞ്ഞപ്പോഴല്ല, വിജയിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഇദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നു. CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലാതെ തന്നെ മത്സരിക്കുന്നു. പാർട്ടി സീറ്റ് കൊടുക്കാഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പറ്റാതെ വന്നത്. പിണറായി വിജയൻ അദ്ദേഹത്തെ ചെറ്റ എന്ന് വിളിച്ചു, പുച്ഛിച്ചു തള്ളി. 2 തവണ തരം താഴ്ത്തലുണ്ടായിരുന്നു. വീടിന് മുമ്പിൽ ചെറിയ ഘടകത്തിലേക്ക് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു. 100% ശരിയാ. അദ്ദേഹം കള്ളം പറയുന്ന ആളല്ല, കപടം പറയുന്ന ആളല്ല. ഇസ്ലാമിസ്റ്റ്, റാഡിക്കലിസ്റ്റ്, ഫണ്ടമെന്റലിസ്റ്റ്, പൊളിറ്റിക്കൽ ക്രിമിനൽ പാർട്ടി. പ്രതിഭ എന്ന് പറയുന്ന ആൾ തോറ്റു കഴിഞ്ഞപ്പോൾ പാർട്ടി കേന്ദ്രത്തെ സഹായിച്ചില്ലെന്ന് ആരും പറയുന്ന ഒരു വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെന്താണ് വോട്ട് സമാഹരിക്കാൻ? അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ജില്ലാ സെക്രട്ടറി അവരെ ആശ്വസിപ്പിക്കുക. ചില മേഖലകളിൽ, ചില പോക്കറ്റ്സിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് തെക്ക്, ആലപ്പുഴ തെക്കോ വടക്ക്, അങ്ങനെ ചില പഞ്ചായത്തുകളുണ്ടല്ലോ, ഈ ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള SDPയുടെ വോട്ട് ആ പഞ്ചായത്ത് വളരെ നിർണായകമായ ശക്തിയാണ്. ആ നിർണായകമായ ശക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം വോട്ടുള്ള ഒരു പഞ്ചായത്തുകളുണ്ട് ആലപ്പുഴയിൽ, ആലപ്പുഴ മേഖലയിൽ. ഹരിപ്പാടിൻ്റെ ചില മേഖലകളിൽ ഈ തരത്തിലുള്ള SDPയുടെ, ആലപ്പുഴയുടെ പല മേഖലകളിലും SDPI വളരെ സ്ട്രെങ്ത് ഉള്ളൊരു ഓർഗനൈസേഷനാണ്. ആലപ്പുഴ മാത്രമല്ല, ആലപ്പുഴയുടെ തീരദേശം മാത്രമല്ല, അതിങ്ങോട്ട് വന്ന കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളി. നമ്മളിപ്പോൾ ആലപ്പുഴയാണ് പ്രത്യേകിച്ച് ഒരു വിഷയമായതുകൊണ്ട് ആ മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് SDPI എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് എങ്ങോട്ട് വേണോ മറിയുകയും തിരിയുകയും, അല്ലെങ്കിൽ അവർക്ക് വോട്ട് സമാഹരിക്കുകയും കുറച്ച് മുസ്ലിങ്ങളെ ഹൈജാക്ക് ചെയ്യുകയും അവരെ പറഞ്ഞ് പ്രലോഭിപ്പിക്കൊണ്ടുവരും. അതിപ്പോൾ എല്ലാ പാർട്ടിയുടെയും, ഇപ്പോൾ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഇവരുടെ ഒരു ഉമ്മത്ത് കാരണം ഇവർ ഏത് പാർട്ടിയിൽ, ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്നാലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്നാലും ഏത് പാർട്ടിക്കകത്ത് നിന്നാലും ഇവർക്കിപ്പോൾ ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരുപക്ഷെ ജിന്നയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരെങ്ങനെയാണോ പൊതുരാഷ്ട്രീയത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത്, മുസ്ലിം രാഷ്ട്രീയത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത്, അതുപോലെ ഏറെക്കുറെ SDPIക്ക് മുസ്ലിം രാഷ്ട്രീയത്തെ കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. ഏത് പാർട്ടിക്കകത്തെ മുസ്ലിമിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഈ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ആലപ്പുഴ പട്ടണത്തേക്കാൾ വളരെ അടുത്താണ് G. സുധാകരൻ്റെ പ്രദേശവുമായിട്ടുള്ളത്. ആ പ്രദേശത്ത് മുഴുവൻ ഈ കാര്യമുണ്ട്. ഒരൊറ്റ പാർട്ടിക്കാരൻ പോലും അത് പറയുന്നില്ല, പരസ്യമായും പറയുന്നില്ല, പറയാൻ പറ്റില്ല. മനസ്സിലായി? അവരുടെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്. SDPക്കാരുടെ അതുപോലെ തന്നെ PDPക്കാരുടെ എല്ലാം പിന്തുണയോടുകൂടി ആ പാർട്ടിക്കകത്ത് നുഴഞ്ഞു കയറിയിരിക്കുകയാണ് റാഡിക്കലുകൾ.
ഇത് സുധാകരൻ മാത്രം പറഞ്ഞു. ഈ സുധാകരൻ ഇത് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ തരം താഴ്ത്തി ബ്രാഞ്ചിലേക്ക് മാറ്റിയത്. ഇത് വരുന്നത് കൊണ്ടാണ് മറ്റാരും അത് പറയാതിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് നമുക്ക് അതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തതിന് ഇപ്പോൾ കിരൺ റിജിജു ഇന്ന് പറഞ്ഞ ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യ. അദ്ദേഹത്തിന് സൂചനകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും കിരൺ റിജിജുവിന്. അതായത് ഒരു എക്സ്പ്ലോഷൻ നടക്കാൻ പോവുകയാണ് ഇവിടെ, ഒരു ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ. അത് ഇസ്ലാം എന്ന് പറയുന്ന ഒരൊറ്റ മതം മാത്രം ഇന്തോനേഷ്യയിലുള്ള അതൊരു ഇസ്ലാമിക് നേഷനാണ്. അവിടെ ബാലിദ്വീപ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇസ്ലാമാണ്. ആ ഇസ്ലാമിക് നേഷനേക്കാൾ കൂടുതൽ ഇസ്ലാമിക് പോപ്പുലേഷനുള്ള രാജ്യമായിട്ട് മാറുക. നമുക്കൊരു അഭിമാനമാണത്, കുഴപ്പമില്ല. പക്ഷേ ഈ റാഡിക്കലുകൾ അതിൽ കടന്നു കയറിയാൽ അതൊരു അപകടവുമാണ്. അത് തിരിച്ചറിയണം. നമുക്ക് പാകിസ്ഥാനോട് പറയാം, നിങ്ങളെക്കാൾ ജനസംഖ്യ ഞങ്ങൾക്ക് ലോകത്തിലെ നമ്പർ 1 ഇസ്ലാം പോപ്പുലേഷൻ ഡെമോഗ്രഫിയുള്ള രാജ്യമാണിത് എന്ന് നമുക്ക് ആരോടെയും പറയാൻ പറ്റും. പക്ഷേ അഭിമാനം തകർക്കുന്ന വിധത്തിൽ ഫണ്ടമെന്റലിസത്തിലേക്ക് പോകുന്നു. 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കി മാറ്റുമെന്നുള്ള, ഇറാനാക്കി മാറ്റുമെന്ന് അതാണ് അതിന്റെ ഒരു തുടക്കമാണ്. ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയുടെ തീരദേശങ്ങളിലും മലപ്പുറത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് സതീശൻ. ജമാഅത്തെ ഇസ്ലാമിക്ക് മാമോദീസ മുക്കിക്കൊണ്ട് അദ്ദേഹം അതാണ് ചെയ്യുന്നത്. അലക്ക് യന്ത്രത്തിലിട്ട് അലക്കുകയാണ്. SDPIക്ക് PDPക്ക് അലക്ക് യന്ത്രത്തിലിട്ട് അലക്കി മത നിരപേക്ഷ പരിവേഷം നൽകുകയാണ് CPM. ഇത് നമ്മൾ ബാധിക്കുന്ന പോസ്റ്ററിറ്റിയാണ്, അടുത്ത തലമുറയാണ് ഇത് ബാധിക്കുന്നത്. ഇവരിങ്ങനെ വാസ്തവത്തിൽ ഗാന്ധിജി കാണിച്ച ഒരു തെറ്റിൻ്റെ പേരിലാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. അന്നേ പറഞ്ഞതാണ്. 2 സഹോദരന്മാരുണ്ടായിരുന്നല്ലോ, അലി സഹോദരന്മാർ. അവരാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പേരിൽ മാപ്പിളകളെ ഉണ്ടാക്കി എത്രയോ സാധുക്കളായ ദലിതർ ഉൾപ്പെടെ ആൾക്കാരെ കൊന്നു. അന്നേ ജിന്ന പറഞ്ഞതാണ്. ഈ ഇന്ത്യ ഈ ഡയറക്റ്റ് ആക്ഷൻ മുന്നറിയിപ്പ് കൊടുത്ത ജിന്ന അന്നേ പറഞ്ഞതാണ്, അവരുടെ കൂടെ പോരുത്, അവർ ഫണ്ടമെന്റലിസ്റ്റുകളാണ്, തീവ്രവാദികൾ. അതുപോലെയാണ് സുധാകരനും പറഞ്ഞത്, സൂക്ഷിക്കണം ഇവരെ ഫണ്ടമെന്റൽ. പക്ഷേ പിണറായി കേട്ടില്ല, എം.വി. ഗോവിന്ദൻ കേട്ടില്ല, ആരും കേട്ടില്ല. ആ അപകടാവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൊടുത്ത തിരിച്ചടിയാണ് ജനങ്ങൾ. അത് കേട്ടില്ലെന്ന് മാത്രമല്ല, അവരെ തരം താഴ്ത്തുകയും കുറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മദിനി അച്യുതാനന്ദന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ മടിയുള്ള പിണറായിക്ക് മാതിരി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുവാനോ ഹസ്തദാനം നടത്തുവാനോ ഒരു മടിയും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഭീകരവാദിയാകണമോ മാന്യനാകണമോ എന്നൊരു ചോദ്യം ആൾക്കാരുടെ മനസ്സിൽ പോലും ഉണ്ടാകുന്നുണ്ട്. അല്ല, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ശംഖുമുഖം കടൽ തീരത്ത് യോഗം നടക്കുമ്പോൾ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന സീനിയറായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗം അങ്ങോട്ട് കടന്നു വന്നപ്പോൾ പിണറായി എണീറ്റില്ല. അതേസമയം മദനി വന്നപ്പോൾ എണീറ്റ് നിന്ന് കുമ്പിട്ട് നമസ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അത് നമ്മൾ കണ്ടതാണ്, ചിത്രങ്ങളിലൂടെ കണ്ടതാണ്. അവിടെയാണ് ബക്കറ്റ് വെള്ളത്തിന്റെ കാര്യം പറഞ്ഞ് അച്യുതാനന്ദനെ വേദിയിലിരുത്തി അധിക്ഷേപിച്ചത്. അതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നതെന്നും നമുക്ക് വേണമെങ്കിൽ കണക്കൂട്ടാം. അതെന്തായാലുമായിട്ട് നമ്മുടെ ഈ വിഷയം ഇതാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഞാനിത് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇപ്പോൾ മതനിരപേക്ഷരാണ്, ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ്, ഒരുപക്ഷെ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ദേശസ്നേഹമുള്ളവരാണ്. ആ പക്ഷേ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തും മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കൊലപാതകത്തെക്കാൾ ഈസിയാണ്. ഈ വിഷങ്ങൾക്ക് നമ്മൾ കണ്ടില്ലേ, ഇപ്പം തവനൂരിലെ ആഘോഷ പ്രകടനം, ആടിൻ്റെ തലയറുത്തതിൻ്റെ ചോര ഇറ്റുന്ന ചോരയുമായിട്ട് നടത്തിയ പ്രകടനം. അത് എന്ത് മനസ്സാണ്, അവരുടെ സൈക്കോളജി എന്താണ്? കൊലപാതകത്തിൻ്റെ സൈക്കോളജിയാണ്. KT ജലീലിനെയാണ് അവിടെ പ്രതീകമാക്കിയതെങ്കിലും അദ്ദേഹം പണ്ടത്തെ നമുക്കറിയാമല്ലോ, നേരത്തെ ഉള്ള സിമിയുടെ ആളായിരുന്ന ആളാണ്. പക്ഷെ മനംമാറ്റം എന്ന് സത്യസന്ധമായിട്ട് അത് പറഞ്ഞു. അദ്ദേഹത്തിനെ പോലും ശത്രുവാക്കുന്ന തരത്തിൽ എതിരാളികളെ എല്ലാം കഴുത്തറത്ത് കൊല്ലുന്ന ഒരു മനഃശാസ്ത്രത്തിന്റെ ഉടമകൾ ഉണ്ട്. ഐസിസ് മനോഭാവമാണ്. അത് കോവിഡ് പകരുന്ന പോലെ പകരും ആ സമുദായത്തിലേക്ക്. കാരണം പാവങ്ങളാണ് അവര്, വിശ്വാസശീലരാ, പറയുന്നത് അതേപടി വിശ്വസിക്കും. കാശ്മീരിൽ അതാണ് കണ്ടത്, കേരളത്തിൽ നാളെ സംഭവിക്കാം. ഇന്ത്യയാകെ കോവിഡ് പോലെ അത് പടരുകയും ചെയ്യാം എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു ദീർഘവീക്ഷണം CPM-ലെ ആർക്കുമില്ല, ഇന്ത്യയിൽ കോൺഗ്രസിലെ ആർക്കുമില്ല. അങ്ങനെ ഒരു അരക്ഷിത അവസ്ഥ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ കരിമുളക്കലെ കല്ലറയിൽ മരിച്ച ഈ ഭുവനേശ്വരൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു തീപ്പൊരി മതി വലിയൊരു വൻ തീപ്പിടുത്തമായിട്ട് മാറാൻ എന്ന് പറയുന്ന പോലെ ഈ തീപ്പൊരികളെ പക്ഷേ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്. ജമാഅത്തെ ഇസ്ലാമി അത് നിലപാടൊക്കെ മാറ്റി മതനിരപേക്ഷരായി. അതാണ് അതായത്
ഒരു പുലി അല്ലെങ്കിൽ കടുവ ആടിൻ്റെ തോലിട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന വിഡ്ഢിത്തരമോ അല്ലെങ്കിൽ കുതന്ത്രമോ ആണോ അദ്ദേഹം കാണിക്കുന്നതെന്നുള്ള വ്യക്തമാണ്. അപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം ഏറ്റവും കൂടുതലത്തെ ഉദാഹരണം മുസ്ലിം ലീഗ് പോലും മാറിപ്പോയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് പാണക്കാട്ടെ ആത്മീയ നേതാവായ തങ്ങൾ തന്നെ പറയുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണോ ഈ കോൺഗ്രസിൻ്റെ? അല്ല, ഇതിപ്പോ ഏകദേശം അവരാണിപ്പോ കൺട്രോൾ ചെയ്യുന്നത്. പാണക്കാട്ടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് വന്നിരിക്കുകയാണ്. അതനുസരിച്ചുള്ള തീരുമാനമെടുത്താൽ അടുത്ത തവണ തിരിച്ചടി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. പിണറായി വിജയൻ ഈ പ്രാവശ്യം അഭിമുഖീകരിച്ച അതേ പ്രശ്നം തന്നെ, അതേ തോൽവി തന്നെയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ അത്യധികമായിട്ടുള്ള ഒരു ജനവിരുദ്ധതയിലും കേരളത്തെ മുഴുവൻ നശിപ്പിക്കുന്ന നയങ്ങളുടെയൊക്കെ കാര്യത്തിലാണ്, അത്തരം ഒരു കാര്യത്തിൽ ഒരു വെറുപ്പ് തോന്നിയിട്ടാണ് ജനങ്ങൾ ഒന്നടങ്കം ഇവർക്ക് വോട്ട് ചെയ്തത്. പക്ഷെ ഇവർ അതിനേക്കാൾ വലിയ ദ്രോഹികളാണെങ്കിൽ, ദേശദ്രോഹികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനം തയ്യാറാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് പോലും നമുക്ക്. അതെന്തുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്ത് തോൽപ്പിക്കാനുള്ള ഒരു ജനാധിപത്യം, ഒരു ഭരണഘടന, അതിനെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് നമുക്കുള്ളത് കൊണ്ടാണ്. കേന്ദ്രം എപ്പോൾ ദുർബലമാകുന്നുവോ അപ്പോൾ ഇത് മറിയും. ഇത് തന്നെയാണ് എൽ കെ അദ്വാനി. ഇതും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എൽ കെ അദ്വാനി ഞാൻ ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ അപ്പോൾ ചോദിച്ചു, ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ പഞ്ചാബ് പ്രശ്നം കൊടുമ്പിരിക്കൊണ്ട കാലത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദീസ് പ്രോബ്ലംസ് ആർ ദെയർ ബിക്കോസ് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ആർ ഓൺ ദി റൈസ്. അപ്പോൾ അങ്ങനെയുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രവിരുദ്ധ, ദേശവിരുദ്ധ, രാജ്യവിരുദ്ധ ശക്തികൾ ഇപ്പോഴും ഓൺ ദ റൈസാണ്. രാഹുൽ ഗാന്ധിയുടെ രൂപത്തിൽ, സ്റ്റാലിൻ്റെ രൂപത്തിൽ, ഇപ്പോൾ തോറ്റുപോയ മമതാ ബാനർജി. ജനാധിപത്യം കൊണ്ട്, ജനാധിപത്യത്തിൻ്റെ ആ ശക്തി കൊണ്ട് നമ്മൾക്കതിനെ തകർക്കാൻ കഴിയുന്നു. പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു നൂലാണ്. ആ നൂല് എപ്പോൾ വേണമെങ്കിലും പട്ടത്തിൻ്റെ നൂല് പൊട്ടിപ്പോകുന്ന പോലെ പൊട്ടിപ്പോവാം. അത് പൊട്ടിപ്പോകാതെ കാത്തു രക്ഷിക്കേണ്ട ചുമതല ഇന്ത്യയിലെ 140 കോടിയിൽ ഓരോ പൗരനും ഉണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത്. പക്ഷേ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ജനാധിപത്യത്തിലൂടെ CPM-ൻ്റെ സഹായമില്ലാതെ ജി സുധാകരനെ പോലെ ആൾക്കാർ, വിവേകമതികളായ ജനങ്ങളുടെ വോട്ടുകളാൽ ജയിച്ചു വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ദേശവിരുദ്ധത പ്രോത്സാഹിപ്പിക്കാനായിരിക്കരുത്, മറിച്ച് ദേശീയതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അമിത ദേശീയതയോ അഗ്രസീവ് നാഷണലിസമോ ജിങ്കോയിസമോ ബെല്ലിജറന്റ് നാഷണലിസമോ ഇതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ദേശം അതുണ്ട്. അച്യുതാനന്ദൻ പണ്ട് പറഞ്ഞതുപോലെ ചുവരുണ്ടെങ്കിലേ ചുവരെഴുത്ത് നടത്താൻ പറ്റുകയുള്ളൂ. അതുതന്നെ അദ്ദേഹം പറഞ്ഞു. 2047 കേരളത്തെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കാൻ ശ്രമിക്കുന്നുവെന്ന് തൻ്റെ ഇടമായിട്ട് പറയാൻ ചങ്കൂറ്റമുണ്ടായിരുന്നതാണ്. അതുപോലെ ചങ്കൂറ്റമുള്ള നേതാക്കളാണ് നമുക്ക് വേണ്ടത്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്നത്. എന്തായാലും ജി സുധാകരൻ്റെ അനുജൻ ഭുവനേശ്വരൻ്റെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്ന് KSUവിൻ്റെ ആൾക്കാർ, KSUവിൻ്റെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹത്തെ കൊന്നതിന് ശേഷം ആ കേസ് നടത്തുവാൻ പോലുള്ള സഹായം ഇടതുപക്ഷം ചെയ്തു കൊടുത്തില്ല. അദ്ദേഹത്തെ നിഷ്കരണം ഉപേക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ അഭിമന്യുവിനെയൊക്കെ ഉപേക്ഷിച്ചതുപോലെ അങ്ങനെ നിഷ്കരണം ഉപേക്ഷിക്കാൻ അവരുടെ ഒരു പതിവ് ഇങ്ങനെയാണ്. രക്തസാക്ഷികൾ ചില ഘട്ടങ്ങളിൽ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതിനുശേഷം അവർ വിസ്മരിക്കപ്പെടും എന്നുള്ളതാണ്. എന്തായാലും ജി സുധാകരൻ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള, ഇപ്പം ABVP-യുടെ ചില വിദ്യാർത്ഥികളെ കല്ലെറിഞ്ഞു കൊന്ന പാരമ്പര്യമൊക്കെ ഇടതുപക്ഷത്തിനുണ്ട്. എന്നാലും ആ ഒരു രീതിയിലാണ് മനുഷ്യരെ വളരെ ക്രൂരമായി ആക്രമിക്കുകയും അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി മാത്രം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം. എന്തായാലും ആ ഒരു പാരമ്പര്യം ഇനിയെങ്കിലും ഇടതുപക്ഷത്തിന് നിർത്തുവാൻ സാധിക്കട്ടെ. ഒപ്പം ജി സുധാകരൻ്റെ വിജയം ഒരു ജനാധിപത്യപരമായ വിജയമായിരുന്നു. ആ ജനാധിപത്യത്തിൻ്റെ അംശവും മൂല്യവും നിലനിർത്തുന്ന രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാനും കഴിയട്ടെ. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.